അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അനിയൻ്റെ മകൻ്റെ ചോറ് കൊടുപ്പാണ്. അപ്പോൾ എൻ്റെ ബദരിക്ക് ഒരു നേർച്ചയുണ്ടായിരുന്നു, അതും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊല്ലം പരവൂരിൽ നിന്ന് ഏതാണ്ട് 6:18 കൂടി ട്രെയിൻ ഇവിടുന്ന് നേരെ ഗുരുവായൂരെ കൊണ്ട് ഗുരുവായൂർ ഒരു 12:25 റീച്ച് ആവുകയും ചെയ്യും. സ്റ്റേഷനിൽ ഇറങ്ങി അവിടുത്തെ കുറച്ച് ദൂരമുള്ള നമുക്ക് നടക്കാനായിട്ട്. എങ്കിലും നമ്മൾ ഓട്ടോയുടെ സൗകര്യം നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ട്, അതായത് റൂം ബുക്ക് ചെയ്തുകൊണ്ട് കുറേ ആട്ടോക്കാർ ഓട്ടം വരാൻ നിരസിച്ചു. പക്ഷേ വേറെ 2-3 പേര് വന്നു, നമുക്ക് ഓട്ടോ എടുത്ത് നേരെ റൂമിൽ പോയി. അപ്പോൾ റൂമിൽ വന്നിട്ട് ബദരിക്ക് ഉറങ്ങാനുള്ള പ്ലാൻ ഇല്ല. പുള്ളിക്കാരൻ കരച്ചിലാണ്, കാരണം വെളിയിൽ പോയി ഒന്ന് കറങ്ങിയിട്ട് വരണം, ഇതാണ് കാര്യം. അങ്ങനെ അവൻ്റെ ആ ഒരു നിർബന്ധപ്രകാരം വെളിയിലോട്ട് പോയി ഗുരുവായൂരിൻ്റെ ക്ഷേത്രഭാഗങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് നൈറ്റ് വൈബ് ആസ്വദിച്ചു. അവിടെ ഈ മണ്ഡലകാല ആ ഒരു ടൈം ആയതുകൊണ്ട് ഈ അയ്യപ്പ ഭക്തരും അല്ലാതെ ഉള്ള മിക്ക കടകളും എല്ലാം ഓപ്പൺ ആയിരിക്കും. 24 മണിക്കൂറും കടകൾ അവിടെ എപ്പോഴും ഓപ്പൺ ആയിരിക്കും, കാരണം അത്രത്തോളം തിരക്കുള്ള ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. അപ്പോൾ നമ്മൾ വെളിയിൽ വന്നപ്പോൾ ഈ നൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നൈറ്റ് ഈ അന്യ സംസ്ഥാനത്തിലുള്ള കുറേ ഈ മാലയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ആ ഫുട്പാത്ത് സൈഡിൽ അവിടെ കച്ചവടം ചെയ്യാനുള്ള പെർമിഷനൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ഒരു 5:30-6 മണിയോട് കൂടി ഇത് ഫുൾ അവർ ക്ലിയറും ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെളുപ്പിന് വന്നതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ഉറക്കമോ അങ്ങനെയുള്ള ഒരു സംഭവം നടക്കുന്ന കേസൊന്നുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഫ്രഷായിട്ട് റെഡി ആവേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ വെളുപ്പിനെ പോയി ഒരു 5 മണിയെങ്കിലും മിനിമം പോയി അവിടെ നിന്ന് ക്യൂ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി ടൈം നമ്മളവിടെ നിൽക്കേണ്ടി വരും. കാരണം ഈ അയ്യപ്പ ഭക്തരുടെ ദർശനം കൂടെ ഉള്ളതുകൊണ്ട് അതനുസരിച്ച് അത്രത്തോളം ടൈം എടുത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ ദർശനം കിട്ടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ബദരിക്കും ബിജിലിൻ്റെ മോഹനും കൂടിയൊക്കെ ചോറ് കൊടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ പാസ് ഉണ്ട്. അപ്പം ദർശനത്തിന് ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുത്തിട്ട് ദർശനത്തിന് നേരിട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയും കൂടെ വന്ന മറ്റുള്ളവരൊക്കെ ക്യൂ നിന്ന് അവരുടെ ഉപ്പാടത്രയും വന്നു, കാരണം അത്രത്തോളം ടൈം എടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ ഫോട്ടോസ് ഒന്നും അനുവദനീയമല്ല. ചോറ് ഊണ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ തന്നെ ഫോട്ടോഗ്രാഫർ ഉണ്ട്. അവർ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്ന ആ ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് തരും. അപ്പോൾ അതിന് 100 രൂപയും കണ്ടാണ് അപ്പോൾ ഈടാക്കിയത്. പിന്നെ ചോറൂണിൻ്റെ ഒരു ചാർജ് ഉണ്ട്, അത് നമ്മളവിടെ കൗണ്ടർ വെളിയിലുണ്ട്, അവിടെ അടച്ചിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് കടത്തി വിടുകയുള്ളൂ. ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കുറച്ച് അറിവും അതിൻ്റെ ചരിത്രവും ഐതിഹ്യമൊക്കെ ഒന്ന് പറയാം. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു നഗരസഭയും തീർത്ഥാടനത്തിന് പേരുകേട്ട പട്ടണവുമാണ് ഗുരുവായൂർ. ഇത് തൃശ്ശൂർ നഗരത്തിന് 26 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. പ്രസിദ്ധമായ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഇവിടെയാണ്. ഇതുകൂടാതെ മമ്മിയൂർ മഹാദേവ ക്ഷേത്രവും ഉൾപ്പെടെ വേറെയും ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ഗുരുവായൂർ എന്ന പേരിൻ്റെ പിന്നിലുള്ള ആ ഒരു ചരിത്രം എന്നത് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യ കഥയാണ്. ഗുരുവായൂർ എന്ന സ്ഥലനാമവുമായി ബന്ധപ്പെട്ട് സാധാരണയായി പറഞ്ഞു കേൾക്കാറുള്ളത് ഹിന്ദു വിശ്വാസപ്രകാരം സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് നിത്യപൂജ നടത്താൻ മഹാവിഷ്ണു കൊടുത്ത വിഗ്രഹം പിന്നീട് കാശ്യപൻ വാസുദേവൻ എന്നിങ്ങനെ പോയി ഒടുവിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈവശം എത്തിച്ചേരുകയും ഭഗവാൻ അത് ദ്വാരകയിൽ നിത്യപൂജ നടത്തുകയും ഒടുവിൽ ഭഗവാന്റെ വൈകുണ്ഠാരോഹണത്തിന് ശേഷം ദ്വാരക പ്രളയത്തിലുണ്ടായപ്പോൾ ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് ഇവിടെ കൊണ്ടുവരികയും ശിവഭഗവാന്റെ ആജ്ഞാനുസരണം ഇവിടെ പ്രതിഷ്ഠിക്കുകയും തന്മൂലം സ്ഥലം ഗുരുവായൂർ എന്നറിയപ്പെടുകയും ചെയ്തു എന്നാണ് പ്രസിദ്ധമായ ആ ഐതിഹ്യകഥ. എന്നാൽ ചരിത്രപരമായി കഥയ്ക്ക് പ്രസക്തിയില്ല. ചിത്രരേഖകൾ പ്രകാരം കുരവായൂർ എന്നായിരുന്നു ഗുരുവായൂരിൻ്റെ ആദ്യകാല നാമം. നൂറ്റാണ്ടിലെ കോകസന്ദേശത്തിൽ കുരുവായൂർ എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. കുരവക്കൂത്ത് എന്ന പുരാതന കലാരൂപം ഇവിടെ അരങ്ങേറിയിരുന്നതായി എന്ന് ഊഹിക്കപ്പെട്ടിരുന്നു. കുരവയൂർ എന്ന പേര് ഇങ്ങനെ വന്നതായിരിക്കാം. ഇത് ലോപിച്ച് ഗുരുവായൂർ എന്നായി മാറി. എന്നാൽ ഈ വാദത്തിനും അത്ര കാമ്പില്ല. കാരണം 14-ാം നൂറ്റാണ്ടിലെ കോകസന്ദേശം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ തമിഴ് സ്വാധീനം വളരെ വ്യക്തമാണ്. തമിഴ് ഭാഷയിൽ ഗ, ക എന്നിവയ്ക്ക് ക എന്ന അക്ഷരവും തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ കുരവയൂർ ഗുരുവായൂർ ആയി മാറിയതാവണമെന്നാണ് ഉള്ള വാദം നിലനിൽക്കില്ലെന്നും വാദികളുണ്ട്. മാത്രമല്ല
കേരളത്തിലെ മറ്റ് കലാരൂപങ്ങൾക്ക് വ്യക്തമായ ചരിത്രം ലഭ്യമാണെന്നിരിക്കെ കുരവകൂത്ത് എങ്ങനെ വിസ്മരിക്കപ്പെട്ടു എന്നും ചോദ്യമുയരുന്നുണ്ട്. ഈ കലാരൂപത്തെക്കുറിച്ച് മറ്റു പരാമർശങ്ങൾ ലഭ്യമല്ല. കുരവപ്പുല്ല് ധാരാളമായി ഈ പ്രദേശത്ത് കണ്ടുവരുന്നതിനാൽ ആ പുല്ലിൻ്റെ പേരിൽ നിന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് വന്നതെന്ന് ഒരു വാദവുമുണ്ട്. പ്രമുഖ ചിത്രകാരനായിരുന്ന പുത്തേഴുത്ത് രാമൻ മേനോന്റെ അഭിപ്രായത്തിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് ഗുരുവായൂർ എന്ന പേരിന്റെ ഉപജ്ഞാതാവ്. നാരായണീയം എന്ന ബൃഹത്തായ സംസ്കൃത സ്തോത്രകാവ്യം രചിച്ച മേൽപ്പത്തൂർ അതിൽ കൃതി ഉപയോഗിക്കാൻ വേണ്ടി പേര് സംസ്കൃതീകരിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. ഹൈന്ദവ വിശ്വാസപ്രകാരം ഈ ക്ഷേത്രത്തിൽ ത്രിമൂർത്തികളിൽ പ്രധാനിയും സർവേശ്വരനുമായ മഹാവിഷ്ണു ഗുരുവായൂരപ്പൻ എന്ന പേരിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. വിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണൻ എന്ന രൂപത്തിലാണ് ഗുരുവായൂരിലെ സങ്കല്പം. പാതാള അഞ്ജനം എന്ന വിശിഷ്ടവും അപൂർവവുമായ കല്ലുകൊണ്ടാണ് പ്രതിഷ്ഠ നിർമ്മിച്ചിരിക്കുന്നത്. തന്മൂലം ഏറെ പവിത്രമായി ഇത് കണക്കാക്കപ്പെടുന്നു. സാധാരണ വിഗ്രഹങ്ങളെപ്പോലെ ഭഗവാൻ 4 കൈകളിലും പഞ്ചാജ്ഞം, ശംഖ്, സുദർശന ചക്രം, താമര, ഗദ എന്നിവ ധരിച്ചിരിക്കുന്നു. കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ. ഗണപതി, അയ്യപ്പൻ, വനദുർഗ ഭഗവതി എന്നിവരാണ് ഉപദേവതകൾ. കൂടാതെ ക്ഷേത്രമക ചെറിയൊരു ഗണപതി ക്ഷേത്രവും സർപ്പക്കാവുമുണ്ട്. മഹാക്ഷേത്രമായതിനാൽ നിത്യേന 5 പൂജകളും 3 ശിവേലിയുമുണ്ട്. ഉദയാസ്തമന പൂജ, കളവച്ചാർത്ത്, കൃഷ്ണനാട്ടം, പാൽപായസം, അപ്പം, അട, വെണ്ണ തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ. അഹിന്ദുക്കൾക്ക് ഈ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. കുംഭമാസത്തിൽ പൂയം നക്ഷത്രത്തിൽ രാത്രി വരുന്ന ദിവസം കൊടികയറി 10 ദിവസം നീണ്ടു നിൽക്കുന്ന കൊടിയേറ്റുത്സവം. വൃശ്ചികത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി ഗുരുവായൂർ ഏകാദശി. ചിങ്ങമാസത്തിലെ അഷ്ടമരോഹിണി, മേടമാസത്തിലെ വിഷു ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. ഇന്ത്യയിൽ ബദ്രിപുരി, തിരുപ്പതി എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള ഹൈന്ദവ ദേവാലയം ഗുരുവായൂരാണ്. ലക്ഷക്കണക്കിന് ആരാധകരാണ് നിത്യേന ഇവിടെ ദർശനം നടത്തുന്നത്. റോഡ്, റെയിൽ മാർഗങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ എത്താം. കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിൽ നിന്നും ഗുരുവായൂരിലേക്ക് ബസ്സുകളുണ്ട്. ഗുരുവായൂരിലെ മറ്റൊരു പ്രസിദ്ധ ക്ഷേത്രമാണ് നഗരത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മമ്മിയൂർ മഹാദേവ ക്ഷേത്രം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ പാർവതി ദേവിയെ ഇടത്തെ തുടയിൽ ഇരുത്തിയ സങ്കല്പത്തിലുള്ള പരമശിവനാണ്. ഗുരുവായൂരിലെ പ്രതിഷ്ഠ സമയത്ത് ശിവപാർവതിമാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നാണ് സങ്കല്പം. പ്രതിഷ്ഠയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച പാർവതി പരമേശ്വരന്മാർ പിന്നീട് മമ്മിയൂരിൽ അവതരിക്കുകയായിരുന്നു അത്രേ. തന്മൂലം ഇന്ന് ഗുരുവായൂരിലെ പോകുന്ന എല്ലാ ഭക്തർക്കും ഇവിടെ ദർശനം നടത്തണമെന്നും എന്നാലേ ദർശനം പൂർത്തിയാകൂ എന്നുമാണ് വിശ്വാസം. അതിന് സാധിക്കാത്തവർക്ക് ഗുരുവായൂരിലെ ഭഗവതിയെ തൊഴുത് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തൊഴുതാലും മതിയെന്ന് നിയമമുണ്ട്. പ്രധാന പ്രതിഷ്ഠയായ ശിവൻ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ തുല്യ പ്രധാനത്തിൽ മഹാവിഷ്ണുവും ഇവിടെയുണ്ട്. ഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ഭദ്രകാളി, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, ചെറുരക്ഷസ് എന്നിവരാണ് ഉപദേവതകൾ. ഇവിടുത്തെ ഭദ്രകാളി ഭഗവതി പ്രതിഷ്ഠ പ്രസിദ്ധമാണ്. നിത്യേന 3 പൂജകളുള്ള ഈ ക്ഷേത്രത്തിലെ തന്ത്രവും പുഴക്കര ജോനസ് മനയ്ക്കാണ്. കുംഭമാസത്തിലെ മഹാശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. ഗുരുവായൂരിൽ നിന്ന് കുന്നംകുളത്തേക്കുള്ള വഴിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതുകൂടാതെ പാർത്ഥസാരഥി ക്ഷേത്രം, തിരുവെങ്കടാചലപതി ക്ഷേത്രം, ചാമുണ്ടേശ്വരി ക്ഷേത്രം തുടങ്ങിയ വേറെ നിരവധി ക്ഷേത്രങ്ങൾ ഗുരുവായൂരിലുണ്ട്. ഇവിടങ്ങളിലെല്ലാം നിരവധി ഭക്തർ വരാറുമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് 5000 വർഷം എങ്കിലും പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആദ്യകാലത്ത് ഇതൊരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നുവെന്നും പിന്നീട് ബുദ്ധക്ഷേത്രമായി മാറിയെന്നും കേൾക്കുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രതിപാദിക്കുന്ന ഏറ്റവും പഴയ കൃതി 14-ാം നൂറ്റാണ്ടിലെ തമിഴ് പുസ്തകമായ കോകസന്ദേശം ആണ്. ഗുരുവായൂർ എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. വില്യം ലോഗൻ മലബാർ മാനുവലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുനാവായ കഴിഞ്ഞാൽ പ്രധാന്യം കൊണ്ട് രണ്ടാമത് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ
ചാവക്കാട് താലൂക്കിലുള്ള ഗുരുവായൂർ ക്ഷേത്രമാണ്. തളർവാദ രോഗ ശാന്തി പുകൾപെറ്റതുമാണ് ഈ ഹൈന്ദവാരാധന ക്ഷേത്രം എന്നാണ്. നൂറ്റാണ്ടുകളോളം കടന്നു കയറ്റക്കാരുടെ ആക്രമണത്തിന് വിധേയമായി 1716 ഡച്ചുകാർ ഗുരുവായൂർ ക്ഷേത്രം ആക്രമിച്ച് ക്ഷേത്രത്തിലെ വിലപിടിച്ച വസ്തുക്കളും സ്വർണ്ണ കൊടിമരവും കൊള്ളയടിച്ച് വടക്ക് ഗോപുരത്തിന് തീവെച്ച് ക്ഷേത്രം 1747 പുനരുദ്ധരിച്ചു. 1755 സാമൂതിരിയുമായുള്ള യുദ്ധത്തിൽ ഡച്ചുകാർ തൃക്കുന്നവായ് ക്ഷേത്രം നശിപ്പിച്ചു. ഇവിടെ നിന്ന് ബ്രാഹ്മണർ പലായനം ചെയ്തു. പിന്നീട് സാമൂതിരി ഗുരുവായൂരിൻ്റെയും തൃക്കുന്നവായ് ക്ഷേത്രത്തിൻ്റെയും സംരക്ഷകനായി. ഈ ക്ഷേത്രങ്ങളിലെ മേൽക്കോയ്മ സാമൂതിരിക്കായി. 1766 മൈസൂരിലെ ഹൈദരലി കോഴിക്കോടും ഗുരുവായൂരും പിടിച്ചടക്കി. ഗുരുവായൂർ ക്ഷേത്രം നശിപ്പിക്കാതിരിക്കാൻ ഹൈദരലി 10,000 പണം കപ്പം ചോദിച്ചു. ഈ സംഖ്യ നൽകിയില്ല. അരക്ഷിതാവസ്ഥയെ തുടർന്ന് ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞു. മലബാർ ഗവർണറായിരുന്ന ശ്രീനിവാസ റാവുവിൻ്റെ അഭ്യർത്ഥന തുടർന്ന് ഹൈദരലി ദേവതയെ നൽകുകയും ക്ഷേത്രം നാശോന്മുഖമാവാതെയിരിക്കുകയും ചെയ്തു. 1789 ഹൈദരലിയുടെ മകനായ ടിപ്പു സുൽത്താൻ സാമൂതിരിയുടെ സാമ്രാജ്യം ആക്രമിച്ചു. മുൻപ് പല ക്ഷേത്രങ്ങളും ടിപ്പു സുൽത്താൻ നശിപ്പിച്ചിരുന്നു. ടിപ്പുവിൻ്റെ ആക്രമണത്തെ ഭയന്ന് മൂർത്തിയും ഉത്സവ വിഗ്രഹവും മല്ലിശ്ശേരി നമ്പൂതിരിയും കക്കാട് ഓദിക്കനും ചേർന്ന് അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോയി. ടിപ്പു ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോവിലുകൾ നശിപ്പിക്കുകയും ക്ഷേത്രത്തിന് തീവയ്ക്കുകയും ചെയ്തു. എങ്കിലും പെട്ടെന്നുണ്ടായ പെരുമഴയും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തെയും തുടർന്ന് ക്ഷേത്രം രക്ഷപ്പെട്ടു. പിന്നീട് 1792 സാമൂതിരിയും ബ്രിട്ടീഷുകാരും ചേർന്ന് ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചു. തുടർന്ന് അമ്പലപ്പുഴയിൽ സംരക്ഷിക്കുന്ന മൂർത്തിയും ഉത്സവ വിഗ്രഹവും 1792 സെപ്റ്റംബർ 17 പുനഃസ്ഥാപിച്ചു. ഇന്നും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പ നടയുണ്ട്. ഗുരുവായൂരിലെ വിഗ്രഹം മനുഷ്യനിർമ്മിതമല്ല. വൈകുണ്ഠത്തിൽ നിന്ന് മഹാവിഷ്ണു ബ്രഹ്മാവത് സ്തുപസ്സത് കശ്യപനും, കശ്യപൻ അത് വാസുദേവർക്കും, വാസുദേവർ അത് ശ്രീകൃഷ്ണനും, ശ്രീകൃഷ്ണൻ അത് ഗോപികമാർക്കും കൊടുത്തു. പ്രളയകാലത്തിന് മുൻപായി ഭഗവാൻ ഉദ്ധവരോട് ഈ വിഗ്രഹം പ്രളയത്തിൽപ്പെട്ട് ഒഴുകി എവിടെയാണോ എത്തുന്നത് അവിടെ പ്രതിഷ്ഠിക്കാൻ ദേവഗുരുവായ ബൃഹസ്പതിയോട് പറയണമെന്ന് പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. ഉദ്ധവർ അത് ബൃഹസ്പതിയോട് പറയുകയും അദ്ദേഹം വന്ന് അടിഞ്ഞ സ്ഥലത്ത് ആ കൃഷ്ണ ശിലാജ്ഞാന വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതാണ് ഗുരുവായൂർ മഹാത്മ്യം. വായുവിൻ്റെ സഹായത്തിലാണല്ലോ ആ വിഗ്രഹം കേരളത്തിലെത്തിയത്. പ്രതിഷ്ഠിച്ചതാവട്ടെ ദേവഗുരുവും. അപ്പോൾ രണ്ടാളും കൂടി ചേർന്നാണ് അതിവിടെ പ്രതിഷ്ഠിത മുഴുവാൻ കാരണം. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ചതിനാൽ ഗുരുവായൂർ എന്ന പേര് വരുന്നു പറയപ്പെടുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ, ബൈ.